അധ്യായം 8. താമരയും ലിയോയും കയർ താഴ്വരയിലാണ്. സ്വർണ്ണ മനുഷ്യൻ ആരാണെന്ന് താമര മനസ്സിലാക്കിയോ എന്ന സന്ദേഹത്തോടെ ലിയോ അവളെ നോക്കി. അനാവശ്യ സംസാരങ്ങൾ കൊണ്ട് നിങ്ങൾ എന്റെ വിലപ്പെട്ട സമയം നശിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഞാനിത് വിൽക്കുന്നില്ല. ഇവിടെ നിന്നും പോയിക്കോളൂ. ലിയോ ഉള്ളിലുള്ള പരിഭ്രമം മറച്ചുകൊണ്ട് പറഞ്ഞു. ശരി, ഇതെല്ലാം എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് താമര അവളുടെ ബ്രേസ്ലെറ്റിലെ ഒരു ബട്ടൺ അമർത്തി. അവൾക്ക് മുന്നിൽ ഒരു മാജിക് സ്ക്രീൻ തെളിഞ്ഞു. അവൾ 1000 സെൽ പോയിന്റുകൾ ലിയോയുമായി പങ്കുവച്ചു. ലിയോയുടെ ബ്രേസ്ലെറ്റിലേക്ക് ഒരു മാന്ത്രിക പ്രകാശം പതിച്ചു. അവന്റെ മുന്നിൽ തെളിഞ്ഞ മാജിക് സ്ക്രീനിൽ സെൽ പോയിന്റുകൾ 1000 എണ്ണം വർദ്ധിച്ചു എന്ന് കാണിച്ചു. കച്ചവടം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് പരിചയപ്പെടാം. എന്റെ പേര് താമര. ഞാൻ റൈഡൻ നഗരത്തിലെ വിപാശയുടെ കീഴിൽ വേട്ടക്കാരിയാകാനുള്ള പരിശീലനം എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലുള്ള ജന്തുക്കളെ വേട്ടയാടുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. ഞാൻ പോയിന്റുകളോ ആയുധങ്ങളോ നൽകി അതിനെ മൊത്തമായി വാങ്ങിക്കൊള്ളാം. താമര ലിയോയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരി, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ പോയിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പിന്നെ കാണാം. അവൻ അവിടെ നിന്നും പോകാനായി തിടുക്കം കൂട്ടി. ഹേയ്, നീ ആരാണെന്ന് പറഞ്ഞില്ല. നിന്റെ പേരെങ്കിലും പറഞ്ഞിട്ട് പോകൂ. താമര മുന്നോട്ട് നടക്കുന്ന അവനെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ലിയോ അവളെ തിരിഞ്ഞു നോക്കി. അത് എന്റെ പേര് എന്ത് പറയണമെന്നറിയാതെ അവൻ ഒരു നിമിഷം ചിന്തിച്ചു. അവന്റെ പേര് കേൾക്കാനായി താമര കൗതുകത്തോടെ നിന്നു. ലിയോ താമരയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കഴുത്തിൽ കിടന്ന മാലയുടെ ലോക്കറ്റിലുള്ള സൂര്യന്റെ രൂപം സൂര്യപ്രകാശമേറ്റ് തിളങ്ങി. അവന്റെ ശ്രദ്ധ അതിൽ പതിഞ്ഞു. സൂര്യൻ, എന്റെ പേര് സൂര്യൻ. അവൻ അവളെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. സൂര്യൻ, സൂര്യൻ. താമര ആ പേര് ആവർത്തിച്ച് പറഞ്ഞു നോക്കി. ആ നേരം കൊണ്ട് ലിയോ കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നിരുന്നു. താമര അവനെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. സൂര്യൻ, ഞാൻ നിനക്കായി കാത്തിരിക്കും. നീ ഉറപ്പായിട്ടും വരണം. വില എത്രയായാലും എനിക്ക് പ്രശ്നമില്ല. നീ വേട്ടയാടുന്ന മൃഗങ്ങളെ ഞാൻ എടുത്തോളാം. അത് കേട്ട ലിയോ നടക്കുന്നതിനിടയിൽ അവന്റെ കൈ ഉയർത്തി കാണിച്ച് അതിന് സമ്മതം അറിയിച്ചു. അവൻ ആരാണ്? എവിടെ നിന്നാണ് വന്നത്? റൈഡൻ സിറ്റിയിലെ ഒരാൾക്കും സ്വർണ്ണ കവചമില്ല. അവൻ ഉറപ്പായും മഹാനായ ഒരു യോദ്ധാവായിരിക്കണം. എന്നാലും അവൻ ഏത് പെൺകുട്ടിക്കുള്ളതാണോ ആവോ? ഒരു നെടുവീർപ്പോടെ അവൾ ചിന്തിച്ചു. ലിയോ താമരയിൽ നിന്നും ദൂരെ എത്താൻ കൂടുതൽ വേഗത്തിൽ നടന്നു. അവൻ അവളോട് നടത്തിയ കച്ചവടത്തെക്കുറിച്ച് ഓർത്തു. അവനാണ് സ്വർണ്ണ മനുഷ്യൻ എന്ന സത്യം താമരയോട് വെളിപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. ആ സ്വർണ്ണ കവചം ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ താൻ ആരാണെന്നുള്ള കാര്യം മറച്ച് അവന് വേണ്ട പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. കൂടാതെ പുതിയ ലോകത്തിലെ രഹസ്യങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനും ആ സ്വർണ്ണ കവചം ഉപകാരപ്പെടുമെന്ന് അവൻ ചിന്തിച്ചു. അവിടെ നിന്നും തന്റെ ലോകത്തേക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള വഴിയും ഇതിനിടയിൽ കണ്ടുപിടിക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. 40ഓളം വെട്ടുകിളികളെ കൊന്നിട്ടും അതിൽ നിന്നും കിട്ടിയ 500 സെൽ പോയിന്റുകളും താമരയിൽ നിന്നും ലഭിച്ച 1000 പോയിന്റുകളും ഉൾപ്പെടെ 1500 പോയിന്റ് മാത്രമാണ് അവന് കിട്ടിയത്. ലിയോ അവിടെ നിന്നും റൈഡൻ നഗരത്തിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടില്ല. പകരം പരിണാമത്തിനുള്ള പോയിന്റുകൾ ശേഖരിക്കാനായി വേട്ടയാടാൻ പോകാനായിരുന്നു അവൻ അപ്പോൾ താല്പര്യം. അവൻ ചെമ്പൻ പല്ലുള്ള പൂച്ചകൾ വിഹരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ലിയോ? ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനു ചോദിച്ചു. ഞാനൊരു ചെമ്പൻ പല്ലുള്ള പൂച്ചയെ പിടിച്ചു വളർത്താൻ പോകുന്നു. റൈഡൻ നഗരത്തിനടുത്തുള്ള കാട്ടിൽ അവ ധാരാളമായി കാണുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പൂച്ചയെ ജീവനോടെ പിടിച്ച് അതിനെ ബ്ലാക്ക് ക്രിസ്റ്റൽ കൊടുക്കും. അങ്ങനെ അതിന് പരിണാമ വളർച്ചയുണ്ടാകും. അതിനുശേഷം ഞാൻ അതിനെ കൊല്ലും. അതുവഴി എനിക്ക് ഇരട്ടി സെൽ പോയിന്റുകൾ ലഭിക്കും. ലിയോ ഒരു ചിരിയോടെ ചീനുവിനെ നോക്കി പറഞ്ഞു. 1 മണിക്കൂറോളമുള്ള യാത്രയ്ക്ക് ശേഷം അവൻ ചെമ്പൻ പൂച്ചകൾ വിഹരിക്കുന്ന കാട്ടിലെത്തി. എന്നൊരു വിചിത്രമായൊരു ശബ്ദം അവൻ കേട്ടു. അത് കേട്ടതും ലിയോ വലിയൊരു മരത്തിന് പുറകിലേക്ക് ഒളിച്ചുകൊണ്ട് പറഞ്ഞു. സ്വർണ്ണ കവചം വരട്ടെ. അവന്റെ ശരീരമാകെ സ്വർണ്ണ ദ്രാവകം വ്യാപിച്ച് അതൊരു കവചമായി മാറി. ലിയോ പൂച്ചകൾ നിന്ന ഭാഗത്തേക്ക് ശ്രദ്ധയോടെ നോക്കി. ചെമ്പൻ പല്ലുകളുള്ള 3 പൂച്ചകൾ അവിടെ മേഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ പൂച്ചയെ പോലെ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ മുതുകിൽ മുള്ളൻ പന്നിയുടെ മുള്ളുപോലെ വിഷമുള്ള മുള്ളുകൾ ഉണ്ടായിരുന്നു. വൈകാതെ ലിയോ അവയുടെ അടുത്തേക്ക് നടന്നു. അപകടം തിരിച്ചറിഞ്ഞ 3 പൂച്ചകളും ലിയോയ്ക്ക് നേരെ വിഷമുള്ളുകൾ എറിഞ്ഞു. എന്നാൽ അവൻ ധരിച്ചിരുന്ന കവചം കാരണം അവൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. ഒരുപക്ഷെ കവചമില്ലായിരുന്നെങ്കിൽ ആ മുള്ളുകൾ അവന്റെ ശരീരത്തിൽ തുളച്ചു കയറിയേനെ. 3 പൂച്ചകളും കൂടുതൽ മുള്ളുകൾ അവന് നേരെ എറിഞ്ഞു. എന്നാൽ അതിനെയെല്ലാം ലിയോ തന്റെ കവചം ഉപയോഗിച്ച് തടഞ്ഞു. ലിയോ കയ്യിലുണ്ടായിരുന്ന കയർ ഉപയോഗിച്ച് ഒരു പൂച്ചയെ പിടിച്ചു കെട്ടി. എന്നിട്ട് അതിന്റെ തലക്കടിച്ച് ബോധം കെടുത്തി. ബാക്കിയുള്ള 2 പൂച്ചകളെയും അവൻ ഒറ്റ വെട്ടിനു കൊന്നു.
പെട്ടെന്ന് ചത്ത ഒരു പൂച്ചയിൽ നിന്നുമുള്ള ആത്മശക്തി ഒരു മാന്ത്രിക പ്രകാശമായി ആ പൂച്ചയുടെ ശരീരത്തിൽ നിന്നുയർന്നു. തുടർന്ന് അത് ആകർഷകമായ ഒരു കുന്തമായി രൂപപ്പെട്ട് വായുവിൽ പൊങ്ങിക്കിടന്നു. ഞാൻ അപകടകാരികളായ 40ഓളം വെട്ടുക്കിളികളെ കൊന്നു. പക്ഷെ ഒന്നിൽ നിന്ന് പോലും എനിക്ക് ആത്മശക്തി കിട്ടിയില്ല. വെറും 2 പൂച്ചകളെ കൊന്നപ്പോൾ എനിക്ക് ആത്മശക്തിയുള്ള ഒരു കുന്തം കിട്ടി. എനിക്ക് തോന്നുന്നത് ആത്മശക്തി കിട്ടുക എന്നുള്ളത് മഹാഭാഗ്യമാണെന്നാണ്. ലിയോ അത്ഭുതത്തോടെ പറഞ്ഞു. വായുവിൽ പൊങ്ങിക്കിടക്കുന്ന കുന്തത്തിനെ ലിയോ എത്തിപ്പിടിച്ചു. മെയ് വഴക്കമുള്ള ഒരു അഭ്യാസിയെ പോലെ അവൻ അതിനെ കയ്യിലിട്ട് കറക്കി. ലിയോ സ്കൂൾ പഠന കാലത്ത് കളരി അഭ്യസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തികഞ്ഞ ഒരു അഭ്യാസിയെ പോലെ കുന്തം കയ്യിലിട്ട് ചുഴറ്റുന്നത് ചീനു കൗതുകത്തോടെ നോക്കി. അവൻ കുന്തം കറക്കി ഒരു സ്റ്റൈലിഷ് പോസിൽ നിന്നുകൊണ്ട് ചീനുവിനെ നോക്കി പുരികമുയർത്തി. ലിയോ വളരെ സന്തോഷത്തിലാണ്. അവൻ ആയുധത്തെയും കവചത്തെയും മറച്ച് സാധാരണ നിലയിലെത്തി. അതിനുശേഷം ജീവനോടെ പിടിച്ച കാട്ടുപൂച്ചയെ കയറിൽ കെട്ടി തോളിലിട്ടുകൊണ്ട് അവൻ റൈഡൻ നഗരത്തിലേക്ക് പുറപ്പെട്ടു. ലിയോ നഗര കവാടത്തിലെത്തി. അവിടെയുള്ള ആളുകളെല്ലാം അവരുടെ ദൈനംദിന ജോലികളിൽ ഏർപ്പെട്ട് തെരുവിലുണ്ട്. മൃഗലോചനൻ അവന്റെ പടയുമായി അവിടേക്ക് വന്നു. അവന്റെ ആർമിയിലുള്ളവരെല്ലാം വർണ്ണാഭമായ ഭീകര ജന്തുക്കളുടെ മേലെയാണ് സവാരി ചെയ്യുന്നത്. മൃഗലോചനൻ പട നയിച്ചു വരുന്നത് കണ്ടാൽ യുദ്ധത്തിനായി പടയൊരുക്കം നടത്തി വരുന്ന രാജാവിനെ പോലെ തോന്നും. അവന്റെ ദയയില്ലാത്ത കണ്ണുകളിൽ താൻ എല്ലാവരെക്കാളും മികച്ചതാണെന്ന അഹങ്കാരം തെളിഞ്ഞു നിന്നു. നഗരത്തിലുള്ളവരെല്ലാം സൈന്യത്തിന് കടന്നു പോകാനായി ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞു നിന്നു. ആ കൂട്ടത്തിൽ ലിയോയും ഉണ്ടായിരുന്നു. അതുവഴി കടന്നുപോയ മൃഗലോചനൻ പെട്ടെന്ന് അവന്റെ രഥത്തെ നിർത്തി. അവിടെ നിന്ന് ലിയോയെ കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു. തോളിൽ മയങ്ങിക്കിടക്കുന്ന കാട്ടുപൂച്ചയുമായി ലിയോ മടിയോടെ മൃഗലോചനന്റെ മുന്നിലേക്ക് ചെന്നു. അവന്റെ തോളിൽ കിടക്കുന്ന പൂച്ചയെ കണ്ട് മൃഗലോചനൻ, ഈ വിചിത്ര ജന്തുവിനെ നിനക്ക് ആരാണ് നൽകിയത്? വിപാശയുടെ ആജ്ഞ ധിക്കരിക്കാനുള്ള ധൈര്യം ഇവിടെയുള്ള ആർക്കാണുള്ളത്? പറയാൻ! അയാൾ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ലിയോയെ ഒരു പുഴുവിനെ നോക്കുന്നത് പോലെ നിസ്സാരനായി കണ്ടു നോക്കി. മൃഗലോചനന് വിപാശയോട് പ്രണയമാണെന്ന് റൈഡൻ നഗരത്തിലെ എല്ലാവർക്കും അറിയാം. ലിയോ വിപാശയെ അവളുടെ സവാരി മൃഗത്തിന്റെ മുകളിൽ നിന്നും വീഴ്ത്തി അപമാനിച്ചതിനാലാണ് അവൻ വിപാശയുടെ വെറുപ്പിന് പാത്രമായത്. കൂടാതെ ലിയോയെ സഹായിക്കുന്നവർ അവളുടെ സ്ഥിര ശത്രുവാകുമെന്നും അവൾ ഉത്തരവിട്ടിരുന്നു. അതുകൊണ്ട് റൈഡനിലെ ആരെങ്കിലും വിപാശയുടെ ആജ്ഞ ലംഘിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ആകാംക്ഷ അവനിലുണ്ടായി. ഈ മൃഗത്തെ ആരാണ് നിനക്ക് തന്നതെന്ന് മര്യാദയ്ക്ക് എന്നോട് പറ. അവൻ വീണ്ടും ലിയോയെ നോക്കി ചോദിച്ചു. ഈ വിചിത്ര ജന്തുവിനെ ഞാൻ വേട്ടയാടിയതാണ്. ലിയോ മൃഗലോചനനെ നോക്കി പറഞ്ഞു. അവൻ മുഷ്ടി ചുരുട്ടി ഭയമില്ലാതെ മൃഗലോചനനെ നോക്കി നിവർന്നു നിന്നു. മൃഗലോചനന് കൂടുതൽ സെൽ പോയിന്റുകൾ മാത്രമല്ല, ധാരാളം ആത്മശക്തികളും കൂടാതെ ചില പ്രത്യേക ശക്തികൾ അവന് മാത്രമായിട്ടുമുണ്ട്. അവന്റെ സൈന്യത്തിന്റെ സഹായത്താൽ അവൻ ഒരുപാട് മൃഗങ്ങളെ വേട്ടയാടി. അതിൽ നിന്നും ലഭിച്ച ആയുധങ്ങളും കവചങ്ങളും എല്ലാം കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലിയോയുടെ കയ്യിൽ സ്വർണ്ണ കവചവും കുന്തവും ഉണ്ടെങ്കിലും അവനെ തോൽപ്പിക്കാൻ മൃഗലോചനന് ഒരു വിരൽ ഞൊടിക്കുന്നത് പോലെ എളുപ്പമാണ്. ലിയോയുടെ ശക്തികളെക്കാൾ പല മടങ്ങ് മികച്ചതാണ് മൃഗലോചനന്റെ ശക്തികൾ. മരിക്കുന്നതിനെ കുറിച്ചോർത്ത് എനിക്ക് ഭയമില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് എന്റെ കുടുംബത്തിനെ കാണാൻ കഴിയാതെ പോകും, ലിയോ മനസ്സിൽ പറഞ്ഞു. അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ മൃഗലോചനൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന ആകാംക്ഷയിലാണ്. മൃഗലോചനൻ പല്ല് കടിച്ചുകൊണ്ട് അവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഒരാൾക്കും മൃഗലോചനന് നേരെ നിന്ന് ഇതുപോലെ സംസാരിക്കാനുള്ള ധൈര്യമില്ല. അവന്റെ ദേഷ്യത്തിന് ഉറപ്പായും ലിയോയുടെ തല വെട്ടുക തന്നെ ചെയ്യുമെന്ന് അവിടെ കൂടി നിന്നവർ കരുതി. എന്നാൽ മൃഗലോചനൻ ലിയോയെ നോക്കി ഭീഷണിയോടെ പറഞ്ഞു, ആരെങ്കിലും നിന്നെ സഹായിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നോടൊപ്പം നിന്നെ സഹായിച്ചവനെയും കൊല്ലും. അവിടെ കൂടിയിരുന്നവരെ ക്രൂരമായി നോക്കിക്കൊണ്ട് മൃഗലോചനൻ അവിടെ നിന്ന് പോയി. മൃഗലോചനനെ പിന്തുടർന്നു വന്ന അവന്റെ സുഹൃത്ത് സെമ്പിയൻ ലിയോയെ നോക്കി താക്കീതോടെ പറഞ്ഞു, ഇത്തവണ നീ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ഒരു പ്രാവശ്യം കൂടി നീ എതിർത്ത് പറഞ്ഞാല് നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. മൃഗലോചനന്റെ സൈന്യം റൈഡൻ നഗരം വിട്ടു പോകുന്നത് നോക്കി ലിയോ നിന്നു. അവന്റെ ഉള്ളിൽ ദേഷ്യമാളി കത്തി. ഞാൻ അവനേക്കാൾ ശക്തിശാലിയായി മാറും, ഉറപ്പായി മാറും, ലിയോ ആത്മവിശ്വാസത്തോടെ മനസ്സിൽ പറഞ്ഞു. മൃഗലോചനനെയും അവന്റെ സൈന്യത്തെയും എതിർക്കാനുള്ള ശക്തി ഇപ്പോൾ തനിക്കില്ലെന്ന് അവന് നന്നായിട്ടറിയാം. തോളിൽ മയങ്ങിക്കിടക്കുന്ന പൂച്ചയുമായി നിശബ്ദനായി അവൻ ജനക്കൂട്ടത്തിൽ നിന്നും പിന്മാറി. എന്തിനാ മൃഗ നീ അവനെ വെറുതെ വിട്ടത്? ആ കോമാളിയെ നീ കൊന്നിരുന്നെങ്കിൽ വിപാശയ്ക്ക് സന്തോഷമായനെ, സെമ്പിയൻ മൃഗലോചനനോട് പറഞ്ഞു. സെമ്പിയ, വിപാശ ഒരു പിടിവാശിക്കാരിയാണ്. അവളുടെ കാര്യത്തിൽ മറ്റുള്ളവർ തലയിടുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല.
ആ പയ്യൻ ഒന്നും ചെയ്യാതെ ഞാൻ അവനെ കൊന്നാൽ ഉറപ്പായും അവൾക്ക് ദേഷ്യം വരും. അവനെ എന്തെങ്കിലും എന്റെ കയ്യിൽ കിട്ടും. അന്ന് നമുക്ക് നോക്കാം. മൃഗലോചനൻ സെമ്പിയനോട് പറഞ്ഞു. വിപാശയെ മനസ്സിലാകുന്നേ ഇല്ലല്ലോ മൃഗ, സെമ്പിയൻ പറഞ്ഞു. കാലം വരും സെമ്പിയ, നമുക്ക് കാത്തിരിക്കാം. ഞാൻ പറയുന്നത് വരെ നമ്മുടെ സൈന്യത്തിലെ ആരോടും അവളുടെ ഒരു കാര്യങ്ങളിലും ഇടപെടരുതെന്ന് പറയണം. എത്രയും വേഗം അവളെ ഞാൻ സ്വന്തമാക്കും. ഈ സാമ്രാജ്യം നിരന്തരം ഈ മൃഗൻ തന്നെ ഭരിക്കും. മൃഗലോചനൻ ക്രൂരത മുറ്റിയ ചിരിയോടെ പറഞ്ഞു. ലിയോ മുറിയിലെത്തി. അവൻ പിടിച്ചുകൊണ്ടുവന്ന പൂച്ചയെ ഒരു കൂട്ടിലടച്ചു. മെല്ലെ ഉറക്കം വിട്ടുണർന്ന പൂച്ചയുടെ അടുത്തേക്ക് അവൻ ബ്ലാക്ക് ക്രിസ്റ്റൽ വെച്ചു കൊടുത്തു. പൂച്ച അത് വിഴുങ്ങി. ലിയോ അത് പരിണമിക്കുന്നതിനായി കാത്തുനിന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പൂച്ചയ്ക്ക് കാര്യമായ മാറ്റമൊന്നും വന്നില്ല. കാട്ടുപൂച്ച ദയനീയമായ ഭാവത്തിൽ അവനെ നോക്കി വാലാട്ടി. അവൻ ഒരു നെടുവേർപ്പോടെ തവള മുഖമുള്ള നായയുടെ അവശേഷിച്ചിരുന്ന മാംസത്തുണ്ടുകൾ എടുത്ത് അതിന് ഭക്ഷണം നൽകി. ഞാൻ ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിന് പരിണാമം സംഭവിക്കാത്തത്? ഇതിനി എത്ര സമയം കൂടി എടുക്കുമെന്നറിയില്ലല്ലോ. കയ്യിലിരുന്ന ബ്ലാക്ക് ക്രിസ്റ്റൽ ആണെങ്കിൽ അതിന് കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? ലിയോ ചിന്തിച്ചു. പെട്ടെന്ന് അവന്റെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു. തിടുക്കം കൂട്ടണ്ട ലിയോ, അത് അതിൻ്റെതായ സമയമെടുത്ത് പരിണമിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നിനക്ക് ഇരട്ടി പോയിന്റുകൾ ലഭിക്കൂ. ഇപ്പോൾ അതിനെ കൊന്നാൽ തുച്ഛമായ സെൽ പോയിന്റ് മാത്രമേ നിനക്ക് ലഭിക്കൂ, ചീനു പറഞ്ഞു. എവിടെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല ലിയോ, കൂടുതൽ സെൽ പോയിന്റുകൾ നേടുന്നത് വഴി പരിണാമം മാത്രമല്ല സംഭവിക്കുന്നത്. നിന്റെ ശാരീരിക ശക്തി സാധാരണക്കാരെക്കാൾ 10 മടങ്ങ് വർദ്ധിക്കും. അല്പം ക്ഷമയോടിരിക്കും ലിയോ, ചീനു അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പൂച്ചയുടെ ശരീരത്തിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അതിന്റെ തോളുകൾ വിടർന്നു. ദേഹത്തുള്ള ചെമ്പൻ രോമങ്ങൾ കൊഴിഞ്ഞ് പകരം മുതിർന്ന കാട്ടുപന്നിയുടെ തൊലി പോലെയായി. അത്രയും കണ്ടപ്പോഴേക്കും ലിയോയ്ക്ക് വിശ്വാസമായി. എന്തൊക്കെയായാലും അതിന്റെ വളർച്ച സാവധാനത്തിലായിരുന്നു. ഈ അവസ്ഥയിൽ അതിനെ കൊന്നാൽ സെൽ പോയിന്റുകൾ ഇരട്ടിയാകില്ല. കാത്തിരുന്ന് മടുത്ത ലിയോ അവന്റെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൻ റൈഡൻ നഗരത്തിലെ കാഴ്ചകൾ നോക്കി നിന്നു. ആ സമയത്ത് താമര സൂര്യനിൽ നിന്നും വിലപേശി വാങ്ങിയ വെട്ടുക്കിളികളുടെ മാംസം റൈഡനിലെ ദുർബലർക്കും കുട്ടികൾക്കും ദാനം ചെയ്യുന്നത് അവൻ കണ്ടു. താമരയുടെ നിസ്വാർത്ഥ പ്രവൃത്തി ലിയോയെ അത്ഭുതപ്പെടുത്തി. നെടുവീർപ്പോടെ അവൻ വീണ്ടും റൈഡൻ നഗരത്തിലെ കാഴ്ചകളിലേക്ക് തിരിഞ്ഞു. ലിയോയുടെ പുറകിൽ നിന്നും താമരയുടെ ശബ്ദമുയർന്നു. ലിയോ തിരിഞ്ഞവളെ നോക്കി. ലിയോ, നിനക്ക് സുഖമാണോ? അവൾ ചോദിച്ചു. അതിന് മറുപടിയായി അവൻ ചിരിച്ചു. അപ്പോ നിനക്ക് ഈ സ്ഥലം ഇഷ്ടമായോ? താമര ചോദിച്ചു. പക്ഷെ ഒന്നുണ്ട്, ഇവിടെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ പ്രയാസമാണ്, ലിയോ പറഞ്ഞു. അതെല്ലാം പോകെ പോകെ ശരിയാകും, അതോർത്ത് നീ വിഷമിക്കണ്ട. ഏയ്, നിന്നോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു. 2 ദിവസം മുൻപ് ഞാനൊരു വീരനായ യോദ്ധാവിനെ കണ്ടു. അവന്റെ പേര് സൂര്യൻ. സ്വർണ്ണ കവചത്തിൽ അവൻ തിളങ്ങുകയായിരുന്നു. പക്ഷേ അവനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ചോദിച്ചറിയുന്നതിന് മുൻപ് അവൻ പോയിക്കളഞ്ഞു. ഇനി അവനെ കാണാൻ കഴിയുമോന്നറിയില്ല. താമര തന്നെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേട്ട ലിയോയ്ക്ക് സന്തോഷം തോന്നി. എങ്കിലും സ്വർണ്ണ കവചമുള്ള മനുഷ്യൻ അവനാണെന്ന് അവളോട് വെളിപ്പെടുത്തില്ലെന്ന് അവൻ തീരുമാനിച്ചു. മൃഗലോചനേക്കാളും ശക്തിശാലിയാണോ അവൻ? അവളുടെ മറുപടി അറിയാനുള്ള കൗതുകത്തിൽ അവൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. മൃഗലോചനന് മിന്നൽ മുയലുകളെ പോലും അനായാസമായി വേട്ടയാടാൻ കഴിയും, താമര ഒന്ന് ആലോചിച്ച് തന്നെ ശേഷം പറഞ്ഞു. ആ മൃഗലോചനൻ എങ്ങനെയാണ് ഇത്രയും ശക്തിമാനായത്? ലിയോ ആകാംക്ഷയോടെ താമരയോട് ചോദിച്ചു. ഈ റൈഡൻ നഗരത്തിൽ 3 പേർക്ക് മാത്രമേ കൂടുതൽ സെൽ പോയിന്റുകളുള്ളൂ. ഒരാൾ ഞങ്ങളുടെ നേതാവ് വിപാശയാണ്, രണ്ടാമത്തേത് നികണ്ഠൻ എന്ന മുഷ്ടി യോദ്ധാവാണ്, മൂന്നാമത്തേത് മൃഗ എന്ന വിളിപ്പേരുള്ള മൃഗലോചനൻ. ഈ 3 പേരിൽ മൃഗലോചനനാണ് ലൈഫ് സെൽസ് കൂടുതലുള്ളത്. ഉറപ്പായും അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ മൃഗയ്ക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. താമര പറഞ്ഞത് കേട്ട ലിയോയുടെ കണ്ണുകൾ ആകാംക്ഷയോടെ വിടർന്നു. അടുത്ത ഘട്ടമോ? താൻ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇനിയും അവിടെ ഉണ്ടെന്ന് ലിയോയ്ക്ക് മനസ്സിലായി.